തമിഴ്നാട്ടിലെ തിരുവള്ളൂർ തിരുമല ഏരിയയിലായിരുന്നു കാർത്തിക് ശുഭ എന്ന് പറയുന്ന കപ്പിള് താമസിച്ചിരുന്നത്. അവർ ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്നു, ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ ഒരു കാർത്തികിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾ ഒരു ഡ്രൈവറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്നാൽ ജസ്റ്റ് ഡ്രൈവർ പണി മാത്രമായിരുന്നില്ല ആൾ ചെയ്തിരുന്നത്. അല്ലറ ചില്ലറ മോഷണം, അതുപോലെ തന്നെ ചെറിയ അടിപിടി, അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾ ചെയ്യാറുണ്ടായിരുന്നു. അതായത് ആളുടെ പേരിൽ പല പല ചെറിയ കേസുകൾ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് വെള്ളവേട് പോലീസ് സ്റ്റേഷനിലത്തെ ഉദ്യോഗസ്ഥർ ഒരു മാല മോഷ്ടിച്ച കേസിൽ, അതായത് ഒരു മാല പൊട്ടിച്ച കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഈ ഒരു കേസിന്റെ സ്വഭാവം തന്നെ മാറുന്നത്. ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. പോലീസ് അങ്ങനെ കാർത്തിയെ അറസ്റ്റ് ചെയ്തിട്ട് സെല്ലിൽ അടച്ചു. അപ്പോൾ തൻ്റെ പാർട്ട്ണറിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ശുഭ ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നത്. എന്നാൽ അവിടെ എത്തിയ ശുഭയുടെ മേൽ യേശുദാസ് എന്ന് പറയുന്ന ആ സ്റ്റേഷനിലത്തെ ഹെഡ് കോൺസ്റ്റബിളിന്റെ കണ്ണ് പതിയുകയാണ്. ശുഭയെ കാണാനും നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തൻ്റെ വരുതിയിൽ ആ ഒരു സ്ത്രീയെ കൊണ്ടുവരണം എന്നുള്ള കാര്യം യേശുദാസ് ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണ് കേസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് പേഴ്സണലായിട്ട് ശുഭയെ ഇയാൾ കാണുന്നത്. എന്നിട്ട് അയാൾ ശുഭയോട് പറഞ്ഞു, ഓൾറെഡി അവൻ്റെ മേൽ പല പല കേസുകളുണ്ട്, ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കാൻ കൂടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യാത്തതായിട്ടുള്ള പല കേസുകളും അവൻ്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അവൻ പുറംലോകം കാണില്ല. നീ പേടിക്കൊന്നും വേണ്ട, എന്തായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നീ എനിക്കൊരു കാര്യം ചെയ്തു തരണമെന്ന് ഈ ഒരു യേശുദാസ് പറയുകയാണ്. അയാൾ ആവശ്യപ്പെട്ടത് ശുഭയെ തന്നെയായിരുന്നു. നീ എന്നോട് സഹകരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 മാസം കഴിയുമ്പോഴത്തേനും കാർത്തിക് ബെയിലിൽ പുറത്തു വരുമെന്നും, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ പുറം ലോകം കാണില്ല എന്നുള്ള കാര്യവും അയാൾ പറയുകയാണ്. ഇത് കേട്ട് ശുഭ ആകെപ്പാടെ സ്തംഭിച്ചു പോയി. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ അവർ ആകെപ്പാടെ ഷോക്കായി പോവുകയാണ്. ശുഭയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആരും തന്നെ കൂടെയില്ല, പിന്നെ പറയത്തക്ക ഫ്രണ്ട്സ് ഒന്നുമില്ല, അതുപോലെ തന്നെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആരുമായിട്ടും കോണ്ടാക്റ്റ് ഒന്നുമില്ല. സോ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് യാതൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല. അവസാനം ഈ ഒരു പോലീസുകാർ കൂടെ എന്താ പറയുക, കൈയൊഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാർത്തിക് എന്തായാലും പുറത്ത് വരില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്ന ഇയാളുടെ ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അവസാനം ശുഭ യേശുദാസിന്റെ ആഗ്രഹത്തിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഒരു യേശുദാസ് ശുഭയുടെ വീട്ടിലോട്ട്, അതായത് കാർത്തിയുടെ വീട്ടിലോട്ട് സ്ഥിരമായിട്ട് വരാനും ആ ഒരു സ്ത്രീയുമായിട്ട് കിടക്ക പങ്കിടാനും തുടങ്ങി. ഈ ഒരു ബന്ധത്തിൽ ശുഭക്ക് തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും കാർത്തിയെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നു ആ ഒരു സ്ത്രീ അതിന് സഹകരിച്ചുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ 3 മാസത്തോളം ഇയാൾ സ്ഥിരമായിട്ട് ആ ഒരു സ്ത്രീയുടെ അടുത്ത് ചെല്ലാനായിട്ട് തുടങ്ങി. മനസ്സില്ലാ മനസ്സോടെ അയാൾക്കായിട്ട് ആ ഒരു സ്ത്രീ കിടന്നു കൊടുക്കുകയായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞു, കാർത്തി ബെയിലിൽ പുറത്തു വന്നു. എന്നാൽ അതിനുശേഷവും യേശുദാസിന്റെ ഈ ഒരു സ്വഭാവം നിന്നില്ല. അതായത് കാർത്തി വീട്ടിലില്ലാത്ത ടൈമിൽ അയാൾ ശുഭയുടെ അടുത്തോട്ട് വരാനായിട്ട് തുടങ്ങി. അതിനുശേഷം ആ ഒരു സ്ത്രീയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ അവർ പറ്റില്ല എന്നുള്ള കാര്യം തീർത്ത് പറയുകയാണ്. അപ്പോൾ ഈ ഒരു യേശുദാസിൻ്റെ ടോൺ മാറി ആൾ വീണ്ടും ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങി. നീ വിചാരിച്ചത് അവൻ്റെ കേസൊക്കെ കഴിഞ്ഞു എന്നാണോ? ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെ തന്നെ പല കേസുകൾ ആളുടെ തലയിൽ വെക്കാനും പറ്റും. നാളെ വേണമെന്നുണ്ടെങ്കിൽ അവനെ അകത്താക്കാനും പറ്റും. എന്നോട് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവനകത്ത് പോവുകയും ചെയ്യും, പിന്നീട് അവൻ പുറലോകം കാണുകയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു അയാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ വേറൊരു നിവൃത്തിയുമില്ലാതെ വീണ്ടും ഈ ഒരു ശുഭ സഹകരിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ അവർക്കത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതിനൊരു അവസാനം വേണമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ശുഭ എത്തുകയാണ്. അപ്പോൾ അവർക്കിനി ആകെ പറയാനുള്ളത് ഇത് കാർത്തിയുടെ അടുത്ത് മാത്രമാണ്. എന്തൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നടന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് തുറന്നു പറയാനായിട്ട് ശുഭ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കാർത്തിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ശുഭ തുറന്നു പറയുകയായിരുന്നു. അതായത് നീ ജയിലിൽ പോയ ടൈമിൽ ഇതേപോലെ തന്നെ പോലീസുകാരൻ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു, നിന്നെ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അയാളോട് സഹകരിക്കണം എന്ന് പറഞ്ഞു, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ പുറംലോകം കാണിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് വേറൊരു നിവൃത്തി ഉണ്ടായില്ല, എനിക്ക് പോകാനായിട്ട് വേറൊരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അയാളോട് ഓക്കെ പറയാണ്. ഇപ്പോൾ നീ പുറത്തു വന്നു, അതിന് ശേഷവും അയാൾ എന്നെ വിടുന്നില്ല, സ്ഥിരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു രക്ഷ വേണം, നിനക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളൊരു കാര്യം ആ ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ കാർത്തി അത് മനസ്സിലാക്കുകയാണ്. അതായത് തനിക്ക് വേണ്ടിയിട്ടാണ് ഇവൾ ഇത്രത്തോളം കഷ്ടതകൾ അനുഭവിച്ചത്, ഇനി ഇതെന്തായാലും വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യവും അയാൾ എന്താ പറയുക അത്തരത്തിലുള്ളൊരു തീരുമാനം ആൾ എടുക്കുകയാണ്. അങ്ങനെ കാർത്തി ആ ഒരു സ്ത്രീയെ സമാധാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താമെന്ന് പറഞ്ഞു. അടുത്ത തവണ യേശുദാസ് ആ ഒരു വീട്ടിൽ വരുന്ന സമയത്ത് കാർത്തി ആ വീടിൻ്റെ അകത്ത് തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും ഈ ഒരു ശുഭ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ഇയാൾ ആ ഒരു സ്ത്രീയെ നിർബന്ധിക്കുകയായിരുന്നു.
ആ ഒരു ടൈമിലാണ് കാർത്തി ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ കാണുകയാണ്. അപ്പോൾ ഈ ഒരു യേശുദാസ് ഈ കാർത്തിയുടെ അടുത്ത് ചോദിച്ചു, നീ എവിടെ നിന്ന് വന്നു, നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ ഈ പോലീസുകാരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം തന്നെ പറയാണ്. എൻ്റെ പാർട്ട്ണർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന എല്ലാം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. അവൾ അത്തരത്തിലുള്ളൊരു സ്ത്രീയല്ല. എന്തായാലും ഇനി ഞങ്ങളെ ശല്യം ചെയ്യരുത്, നിങ്ങളെന്തായാലും ഇവിടെ നിന്ന് പോകണമെന്നുള്ളൊരു തരത്തിലായിരുന്നു കാർത്തി യേശുദാസിൻ്റെ അടുത്ത് സംസാരിച്ചത്. സാർ ചെയ്യുന്നത് വലിയ തെറ്റാണ്, ഇങ്ങനെയുള്ളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഈ ഒരു കാർത്തി പറഞ്ഞപ്പോൾ യേശുദാസ് തിരിച്ച് പ്രതികരിക്കുകയാണ് ഉണ്ടായത്. നീ എന്നെ കൂടുതലായിട്ട് നിയമമൊന്നും പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ ഒരു സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അതിനുശേഷം ഇവർക്കിടയിൽ വാക്ക് തർക്കമുണ്ടായി. ആ ഒരു വാക്ക് തർക്കം വലുതാവുകയാണ്. അതിനുശേഷം അത് കയ്യാങ്കളിയിലോട്ട് എത്തുകയാണ്. പിന്നീട് ഇവർ തമ്മിൽ അടിയായി. ഈ ഒരു കാർത്തി യേശുദാസിനെ പിടിച്ച് നല്ല രീതിയിൽ അടിക്കുകയാണ്. അയാളുടെ വായും മുഖമൊക്കെ ആകെ പൊട്ടി ചോര വരുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അതിനുശേഷം അയാളെ ചവിട്ടി ആ ഒരു വീടിൻ്റെ പുറത്തിടുകയായിരുന്നു. അപ്പോൾ ആ ഒരു യേശുദാസ് അവിടെ നിന്ന് പോയി. എന്നാൽ ഇത്തരത്തിലൊരു പോലീസുകാരൻ ആ ഒരു വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ തിരിച്ചു വരുമ്പോൾ അയാൾ ഒറ്റയ്ക്കായിരിക്കില്ല, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികാരം ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെയായിരിക്കും ആൾ വരിക. അത് തന്നെയായിരുന്നു ഈ ഒരു കേസിലും സംഭവിച്ചത്. അടുത്ത തവണ ആൾ വന്നത് ഒരു 10 പേരെ കൂട്ടിയിട്ടായിരുന്നു. നേരെ കാർത്തിയുടെ വീട്ടിലോട്ട് വന്നു. അയാളെ അടിച്ചൊടച്ച് നേരെ ജീപ്പിലിട്ട് വേറെ ആളില്ലാത്തൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ചും കണ്ടമാന ആൾ ഉപദ്രവിച്ചു, കയ്യും കാലൊക്കെ തല്ലിയൊടിച്ചു, വായു മൂക്കിന്നൊക്കെ ചോര വന്നു. അതായത് വല്ലാത്തൊരു സിറ്റുവേഷനിലാക്കുകയായിരുന്നു. അവിടെ നിന്ന് നേരെ കാർത്തിയെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി കേസ് രജിസ്റ്റർ ചെയ്തു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ഉപദ്രവിച്ചു എന്നുള്ളൊരു കേസായിരുന്നു മെയിൻ, അതായത് യേശുദാസിനെ ഉപദ്രവിച്ചു എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇല്ലാത്ത പല കേസുകളും ഇയാളുടെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. അങ്ങനെ ഈ കേസുകൾ കോടതിയിലെത്തുകയാണ്. അപ്പോൾ കോടതി കാർത്തിനോട് ചോദിച്ചു, ഈ കുറ്റങ്ങളെല്ലാം തന്നെ നീ സമ്മതിക്കുന്നുണ്ടോ എന്നുള്ളത്. ആ ഒരു ടൈമിൽ അയാൾ കോടതിയിൽ വെച്ചിങ്ങേറ്റ് കരയാണ് ഉണ്ടായത്. അതിനുശേഷം തനിക്കും തൻ്റെ പാർട്ട്ണർക്കും സംഭവിച്ച എല്ലാ യാതനകളും അയാൾ കോടതിയിൽ തുറന്നു പറയുകയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് താൻ ഇതേപോലെ ഒരു മോഷണ കേസിൽ അകത്ത് പോയെന്നും ആ ഒരു ടൈമിൽ ശുഭ തന്നെ രക്ഷിക്കാനായിട്ട് സ്റ്റേഷനിലോട്ട് വന്നെന്നും ആ ടൈമിൽ യേശുദാസ് എന്ന് പറയുന്ന ഹെഡ് കോൺസ്റ്റബിൾ അഡ്വാൻറ്റേജ് എടുത്ത് സെക്ഷലി തൻ്റെ പാർട്ട്ണറിനെ ഹരാസ് ചെയ്യുകയായിരുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അയാൾ കോടതിയിൽ പറയുകയാണ്. ആ ഒരു ടൈമിൽ ശുഭയും കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിലൊരു മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. ആ ഫോണിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ ദിവസം യേശുദാസ് വീട്ടിൽ വന്നു, അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെ അടുത്ത് അപ്രോച്ച് ചെയ്തു. അതിനുശേഷം ഇവർ തമ്മിലുണ്ടായ വാക്ക് തർക്കം തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ ഈ യേശുദാസും അറിയാതെ ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ചിന്തിച്ചിട്ടുണ്ടാവും നാളെ എന്തായാലും എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും, അപ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് വേണമല്ലോ എന്നുള്ള കാര്യം ഇവർ ചിന്തിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അത് ഒരു തെളിവായിട്ട് തന്നെ വരികയാണ്. ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഫുട്ടേജ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു തെളിവ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് യേശുദാസിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. കോടതിയിൽ വെച്ചിട്ടാണ് ഇയാൾ തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ കോടതിക്ക് കാര്യം ബോധ്യമായി. ഈ ഒരു എന്താ പറയുക കേസിൽ ഏറ്റവും വലിയൊരു മെയിനായിട്ടുള്ളൊരു കുറ്റവാളി എന്ന് പറയുന്നത് യേശുദാസ് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ യേശുദാസിനെതിരെ നടപടി എടുക്കുകയും ചെയ്തു. ഒന്നാലോചിച്ച് നോക്കണം, 3-4 മാസം ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തതിന് ആംഡ് റിസർവ് വിങ്ങിലോട്ട് അയാളെ സ്ഥലം മാറ്റുകയാണ്. അതായത് സ്റ്റേഷനിലുള്ള ചുമതലകളും മറ്റുമൊക്കെ അയാളിൽ നിന്ന് ഒഴിവാക്കി അതിനുശേഷം അയാളെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് സ്ഥലം മാറ്റുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേസിൽ. ഇത്ര വലിയൊരു തെറ്റ് ചെയ്തിട്ടും അയാൾക്ക് മതിയായ ശിക്ഷ കൊടുത്തില്ല എന്നും ജസ്റ്റ് ഒരു എന്താ പറയുക സ്ഥലം മാറ്റം മാത്രമാണ് ഉണ്ടായതെന്നും, അതായത് പോലീസുകാർ അവരുടെ ആളുകളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ്, സാധാരണ ജനങ്ങൾക്ക് ഇവിടെ യാതൊരു എന്താ പറയുക രക്ഷയുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കേസിന്റെ വിക്ടിംസ് പറയുകയാണ്. പോരാത്തതിന് ആളെ ഉപദ്രവിച്ച ബാക്കിയുള്ള 10ഓളം വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്കെതിരൊന്നും യാതൊരു ശിക്ഷാ നടപടികളും എടുത്തിട്ടില്ല എന്നും ആരോപണങ്ങളുണ്ട്. പിന്നെ കാർത്തിയുടെ മേലിൽ ഫേക്കായിട്ട് ചുമത്തപ്പെട്ട കേസിലെല്ലാം തന്നെ ഇയാൾക്ക് ബെയിൽ ലഭിക്കാം കേട്ടോ. അപ്പോൾ ഈ കേസുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഓവറോളായിട്ട് ഇത്രയൊക്കെയാണ് ഈ ഒരു കേസിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.